നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെ കൺട്രോളിലൂടെ ഏത് റോഡിൽ എങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ഓടിക്കാൻ കഴിയും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, അറിയാവുന്നവരാരും ഇത് കാണണമെന്നേ ഇല്ല. ഞാൻ ഇത് അറിയാൻ മേലാത്തത് വാഹനം ഓടിക്കുവാൻ പേടിയുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി, സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഇല്ലാത്തവർക്കും വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അറിയാവുന്നവരൊന്നും ഇത് കാണുന്നതേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ട്, വാഹനം വീട്ടിലുമുണ്ട്. പക്ഷെ സ്വന്തം വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാൻ മേലാത്തവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എന്നുള്ളത്. പലർക്കും ഇത് റോഡിലൂടെ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരേ റോഡല്ല, പലർക്കും ഇത് തെറ്റിപ്പോകുന്നു. പല റോഡുകളിലൂടെ പോകുന്ന സമയത്ത് ഇന്ന റോഡിലൂടെ പോകുമ്പോൾ എത്ര സ്റ്റിയറിംഗ് തിരിക്കണം, അവിടെ എത്രയാണ് തിരിക്കേണ്ടത്, കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടുന്നത്. അതുകൊണ്ട് പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ നിങ്ങള് തുടക്കക്കാരെ എങ്ങനെയാണ് കൃത്യമായിട്ട് എളുപ്പത്തിൽ തെറ്റാതെ ഏത് റോഡിലും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഒരു വാഹനം ഓടിക്കണം എന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. അതായത് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയെ പറ്റി തന്നെ ഒരു 3-4 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. സ്റ്റിയറിംഗിന്റെ ബാലൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചുകൊണ്ടാണ്. പലരും അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദിക്കില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തുടക്കക്കാർ പെട്ടെന്ന് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് പഠിച്ചെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല പ്ലെയിനായ ഒരു സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നോക്കാതെ നിങ്ങൾ ഓരോ കൈ കൊണ്ട്, അതായത് കണ്ടില്ല, ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലായിരിക്കണം, ഓരോ കൈ കൊണ്ട് പതിയെ നിങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ പ്ലെയിനായ സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ, നമുക്ക് റോഡിലാകുമ്പോൾ നിങ്ങൾ പല ശ്രദ്ധകളുണ്ടാകും നിങ്ങൾക്ക്. അപ്പൊ എങ്ങനെ തിരിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്നും സ്റ്റിയറിംഗിൽ എത്ര തിരിക്കണമെന്നും നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടത്തുമില്ല. അപ്പൊ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ പ്ലെയിനായ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 2 കൈ കൊണ്ട് നമുക്ക് ബാലൻസ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ഗിയർ മാറുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ ചെറിയ റോഡിലൂടെ പോകുമ്പോൾ ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഓടുന്ന ഗിയർ നമുക്ക് ഡൗൺ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ നിർത്തിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഗിയർ നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പൊ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, 2 കൈ കൊണ്ട് ഓരോ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി. കാരണം ഇത് പലരും കാണുന്നവർ തോന്നും, എന്തിനാണ് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചോ, വീല് തേച്ചില്ലെന്നൊക്കെ പലർക്കും തോന്നാം. അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാണിച്ചാൽ, ഞാനിപ്പം ഓടിച്ച് കാണിച്ചുകൊണ്ടാകുന്നില്ല, ഞാൻ ചെയ്യേണ്ട പോയിന്റുകൾ കാണിച്ചാൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ പ്ലെയിനായ സ്ഥലങ്ങൾ ചെന്ന് ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, ഓരോ കൈ കൊണ്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ആദ്യമേ എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തിരിക്കണം, നിങ്ങൾ ഇങ്ങനെ കൈ നിരങ്ങുകയും അതിനെ കൃത്യമായിട്ട് വരുത്തുകയില്ല. അതുപോലെ തന്നെ കൈ പൊളക്കുകയും വേദന എടുക്കുകയും ചെയ്യും. എന്നും പറയുന്നത് നിങ്ങൾ നിർത്തിവെച്ച് പോകരുത്. നിങ്ങൾ കണ്ടിട്ടില്ല, പലരും ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ എത്രത്തോളം ആ സ്റ്റിയറിംഗിൽ വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ കൈ വരത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബാലൻസ് ആയി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കുക. അല്ലാതെ മറ്റുള്ളവർ പറയണ്ട നിങ്ങൾക്ക് ബാലൻസ് ആയില്ലെന്നോ അല്ല സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഇല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗിന് നിരങ്ങാതെ എത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ തിരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാൽ മാത്രമേ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ നിർത്തിയിട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ തിരിക്കുന്നുണ്ട്, ഭയങ്കര ഒരു ബലമൊക്കെ ഉണ്ട്, ഒരുപാട് തിരിക്കേണ്ടി വരും. അതേസമയത്ത് ഒരു വണ്ടി റണ്ണിയിലാണെങ്കിൽ ഇത്രയും നമുക്കൊരു ബലം പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ തിരിഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾ പ്ലെയിനായ സ്ഥലത്ത് ഉരുട്ടിക്കൊണ്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ 2 കൈ ഓരോ കൈയും മാറിയും തിരിഞ്ഞും വേണം ചെയ്യാം. എന്നാലേ നമുക്ക് ആ ബാലൻസ് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. കൈ കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ബാലൻസ് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്, നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് നോക്കി എത്രയാ തിരിക്കുന്നത്, എങ്ങനെയാ തിരിക്കുന്നത് നിങ്ങൾ നോക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ബാലൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ ക്ലാസ്സിൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ കോണ്ടാക്ട് ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത്ര ദൂരമാണല്ലോ, ഇന്ന സ്ഥലത്ത് വരുമോ, ഇന്ന സ്ഥലത്ത് വരുമോ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ ജില്ല ഏതാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ എടുത്തോടെ തിരിക്കുന്നതെങ്കിൽ എന്നിട്ട് ചെയ്യാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്ന വരെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തിരിക്കണം. അതിനുശേഷം നമ്മൾ പിന്നെ നിങ്ങളുടെ ആദ്യം എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് നോക്കുക, അന്നേരം തിരിച്ചു തുടങ്ങുക. അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ലോക്ക് ആയതിനു ശേഷം പിന്നെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ നോക്കാൻ നിൽക്കരുത്. അപ്പൊ നിങ്ങളുടെ കൈ കഴയ്ക്കും, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നിരങ്ങുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടെ ലോക്കായി വീണ്ടും നമുക്ക് അങ്ങോട്ട് തിരിക്കണം, അങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് തിരിക്കുന്നു കേട്ടാ. അപ്പൊ ഈ ഒരു ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും എത്രത്തോളം തിരിക്കണമെന്നും ഏത് ഗിയറിൽ പോകണമെന്നും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇന്ന റോഡിൽ ഇത്രയും തിരിക്കണം, അല്ലെങ്കിൽ ഇന്ന റോഡിൽ ഇത്ര തിരിക്കാവൂ എന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും എത്രത്തോളം തിരിക്കണം, എങ്ങനെയാണ് തിരിക്കേണ്ടത്, ഈ റോഡിൽ എത്രയാണ് തിരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതും കാണിച്ചു തന്നതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.